ബൈരക്കുപ്പ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന പൂർത്തിയായി. പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് പരിശോധിക്കാനാണ് PWD നാഷണൽ ഹൈവേ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. റോഡ് വിപുലീകരണത്തിനായി ഭൂമി ഏറ്റെടുക്കൽ വേണ്ടിവരുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക വിലയിരുത്തൽ. ബൈരക്കുപ്പ പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള പ്രാഥമിക പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. സുൽത്താൻ ബത്തേരി തഹസിൽദാർ, PWD AE, നാഷണൽ ഹൈവേ AE, വില്ലേജ് ഓഫീസർ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ 9.5 മീറ്റർ വീതി മാത്രമുള്ള റോഡ് 30 മുതൽ 40 മീറ്റർ വരെയാക്കി വികസിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി ഭൂമി ഏറ്റെടുക്കൽ വേണ്ടിവരുമെന്നാണ് പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. തുടർ നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായതിനു ശേഷം നമ്മൾ വീണ്ടും ഇരുന്ന് ഇതിന്റെ ബാക്കി കാര്യങ്ങളുടെ നടപടിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ റോഡ് എന്ന് പറയുന്നത് 9 മീറ്ററാണ് നിലവിലുള്ളത്. അതൊരു 30 മീറ്ററിലേക്ക് ആക്കി തീർക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഈ പദ്ധതി സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് ഇവരുടെ നിർദ്ദേശം അനുസരിച്ച്, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ലാൻഡ് അക്വയർ ചെയ്യാനുണ്ട്. അതൊക്കെ പാലത്തിൻ്റെ ഹൈറ്റൊക്കെ അനുസരിച്ച് നമുക്ക് ലാൻഡ് അക്വയർ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാർ നോക്കി സ്ഥലം പരിശോധിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ബാംഗ്ലൂർ, മൈസൂർ ഭാഗത്തേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പവും വേഗത്തിലുമാകും. നിലവിലുള്ള വലിയ യാത്രാ ദൂരവും സമയവും ഇതിലൂടെ കുറയ്ക്കാൻ സാധിക്കും. പ്രദേശത്തെ ചരക്ക് നീക്കം സുഗമമാകുന്നതിലൂടെ പ്രാദേശിക വിപണിക്കും സാമ്പത്തിക മേഖലയ്ക്കും വലിയൊരു ഉണർവ് തന്നെ ഇതിലൂടെ ലഭിക്കും. റോഡ് വികസനത്തിനൊപ്പം പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിനും പാലം വഴിയൊരുക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.